ഹായ് ഫ്രണ്ട്സ്, ഞാൻ യാസർ കാരത്തൂർ ഓട്ടോമൈൻഡ്. ഇത് സ്ക്വാർണയുടെ സാപ്ലിൻ 250. ഈ വണ്ടി സ്ഥിരമായിട്ട് ഞാൻ തന്നെയാണ് സർവീസ് ചെയ്യാറ്. ഇപ്പോൾ ഒരു റൈഡ് കഴിഞ്ഞ് വന്നതാണ് വണ്ടി. അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്റർ കാര്യങ്ങൾ, ഓയിൽ, എല്ലാ കാര്യവും നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ നമ്മൾ ഡൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, ആ സൈഡിനകത്ത് ഒരു ബോൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈലൻസറിൻ്റെ ഒരു ചെറിയൊരു ഫിറ്റിങ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഗാർഡാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടൊരു സ്റ്റൈനർ അടക്കം വരുന്നൊരു ബോൾട്ട് ഉണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ നോക്കണം. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കേസാണ്. അപ്പോൾ അത് എന്തായാലും നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം, അതിൽ കൂടെ ഓയിൽ വരുന്നുണ്ട്. ഒരു 200 ml ആയി കൂടെ വരും. അതുപോലെ തന്നെ അതിൻ്റെ ഓയിൽ വരുന്നത് മോട്ടോറിൽ 10W50 ആണ്. 1.7 ലിറ്ററാണ് അതിലേക്ക് വരുന്ന ഓയിലിൻ്റെ അളവ്. സിന്തറ്റിക് ആയിട്ടുള്ള ഓയിലിന് അതിൻ്റെ വില വരുന്നത് 1550. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ പെട്രോൾ ഫിൽറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. പിന്നെ ഇതിൻ്റെ ഓയിലിൻ്റെ സ്റ്റൈനർ വരുന്നത് ഇങ്ങനെയാണ്. ലെഫ്റ്റ് സൈഡിൽ ഗിയർ സൈഡിലാണ് ഒരു ബോൾട്ട്. അതുപോലെ തന്നെ ഈ സൈലൻസറിൻ്റെ ഭാഗത്ത് വരുന്നത് ഈ ഒരു സ്റ്റൈനറാണ്. പിന്നെ അതിൻ്റെ പ്ലഗ് വരുന്നത് ബജാജും അതുപോലെ ഇതിൻ്റെ KTM ഒക്കെ ഇൻഗ്രേറ്റ് ചെയ്ത ഒരു വണ്ടി ആയതുകൊണ്ട്, സ്ക്വാർണ സാപ്ലിൻ എന്ന് പറഞ്ഞ ഒരു വണ്ടി അങ്ങനെ ആയതുകൊണ്ട്, അതുപോലെ തന്നെ ബജാജിൽ നിന്നും അതുപോലെ തന്നെ KTM എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ സ്പെയർസ് കിട്ടും. അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് വരുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ വരുന്നത് KTMൻ്റെ ആണ്. ഇതിൻ്റെ വില വരുന്നത് 79 രൂപ ആണ്. ഇത് MRP വരുന്നത്. നമുക്ക് സാധനങ്ങൾ സ്പെയർ കിട്ടാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം വണ്ടി ഓക്കെയാണ്. കസ്റ്റമർ ഹാപ്പിയാണ്. നമുക്ക് കസ്റ്റമർ വീണ്ടും നമ്മൾ ഷോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള അപ്ഡേറ്റ് അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കൃത്യമായിട്ട് കേൾക്കുക. ഓക്കെ, താങ്ക് യു.